ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് ശംഖുമുഖം ബീച്ചിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ. നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ വെക്കേഷനൊക്കെ ആയല്ലോ, സൺഡേയും കൂടിയാണ് ഇന്ന്. നല്ല തിരക്കുണ്ട്. ദേ ഈ ബോട്ട് തിരിക്കുന്നുണ്ടോ, ഇവർ മീൻ പിടിക്കാൻ വേണ്ടി പോകാൻ തുടങ്ങുക കേട്ടോ. ശംഖുമുഖത്ത് ഒരുപാട് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വരുന്നതൊക്കെ കണ്ടിട്ടുണ്ട്, വള്ളത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് ഫ്രഷായിട്ട് മീൻ വിൽക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിങ്ങനെ ബോട്ട് എടുത്തുകൊണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാവരും അങ്ങ് കൂടി നിൽക്കുമായിരുന്നു ഇവർ പോകുന്ന കാണാൻ വേണ്ടിയിട്ടേ. നല്ല രസമുണ്ട് അതിങ്ങനെ ഇപ്പോൾ പോകുന്ന കണ്ടോ. കുറച്ച് നേരം നോക്കി നിൽക്കും ആ കടലിൻ്റെ ആ തിരക്കനുസരിച്ച് ഇതിങ്ങനെ പോകുന്ന കാണാനൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ നേരം നോക്കി അങ്ങ് ദൂരത്ത് എന്താ പറയുന്നത്, നമുക്കൊരു പൊട്ടുമണിയുടെ അത്രയും കാണാൻ പറ്റുന്ന രീതി വരെ ഞങ്ങൾ നോക്കി നിന്ന് കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് കണ്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കേട്ടോ. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സന്ധ്യ സമയമൊക്കെ ആയായിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോഴത്തേക്കിനെ. അതാ ഈ ഞായറാഴ്ചയൊക്കെ ആയതുകൊണ്ടും, ഞായറാഴ്ചയുടെ മാത്രമല്ല, ഇതിപ്പോൾ ഹോളിഡേ ഒക്കെ ആയല്ലോ, സ്കൂളൊക്കെ പൂട്ടി പലർക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. എന്താ പറയുന്നത്, കേശപ്പന് ഭയങ്കര ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ കളിക്കണം, വെള്ളത്തിൽ കളിക്കാതെ പോകത്തേയില്ല. ഫുള്ള് ഡ്രസ്സ് അച്ഛൻ്റെ മോൻ്റെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കേശപ്പൻ്റെ ആണെങ്കിൽ എനിക്കൊന്ന് ടീഷർട്ടിൻ്റെ പകുതി വരെ എന്തോ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നിന്നപ്പോഴത്തേക്കിനും അവസാനം വിസിലടിച്ച് ഒരു ലൈഫ് ഗാർഡൊക്കെ വന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടെ നിന്നവരെല്ലാം കയറ്റി വിട്ട്. കാലിന് ദേഹത്തും ഒക്കെ മണ്ണാക്കിയിട്ട് രണ്ടുപേരും കൂടെ കാല് കഴുകാൻ നിന്നുകൊണ്ട് അവിടെ. കേശപ്പൻ്റെ ദേഹം ഫുള്ള് മണ്ണായിട്ടുണ്ട്. ഈ പകൽ സമയങ്ങളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതൊക്കെ സത്യം പറഞ്ഞാൽ കുറവാണ് കേട്ടോ. മിക്കവാറും വരുന്നത് എല്ലാം രാത്രിയൊക്കെയാണ്. കാര്യം പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ വരുന്നത്. കാര്യം ചിലപ്പോൾ 8 മണി, 9 മണി, 10 മണി, 12 മണി ആ സമയത്തൊക്കെ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും നമ്മൾ ഈ രാത്രി വരുന്നതൊക്കെ ചൂട് സമയത്തൊക്കെ, നമ്മുടെ ഈ മാർച്ചും ഏപ്രിലും ആ ഒരു സമയത്ത് നല്ല ചൂടല്ലേ. അപ്പോഴും ഞങ്ങൾ രാത്രിയിൽ ഒരു 9 മണിക്കും 10 മണിക്കൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി നേരത്തെയൊക്കെയാണ് പകൽ വെട്ടത്തിൽ ഇങ്ങോട്ട് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞങ്ങളിത് ഇവിടെ വന്ന് ആദ്യമേ എന്തായിരുന്നു, ചോളം വാങ്ങിച്ച് കഴിച്ചു. ചോളമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ചായ കുടിക്കാനും ഒക്കെ വന്നിരുന്നപ്പോൾ തന്നെ കേശപ്പന് പിന്നെ ചായ വേണ്ടാന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അവസാനം ഞങ്ങൾ കഴിക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് ഞങ്ങളുടെ കൂടെ കഴിച്ചു കേട്ടോ. പിന്നെ അതേ അച്ഛയും മോനും കൂടെ അവിടെ പോയിട്ട് എന്തോ കളിപ്പാട്ടം വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. ദേ കിടക്കുന്നത് നമ്മുടെ മത്സ്യകന്യകയുടെ അടുത്തെത്തിയപ്പോഴത്തേക്കിനെ ദേ ഓരോരുത്തരും ഇരിക്കുന്നിടത്തേക്ക് കരോളുകാർ വരുന്ന കേട്ടോ. ഇത് 2-3 ടീംസുമായിട്ട് ഇവരുണ്ട് കേട്ടോ. ഇവർ കുറച്ച് ആൾക്കാർ കൂടിയിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ ഒരു ഫാമിലിയൊക്കെ ഇരിക്കുന്നിടത്ത് നേരെ വന്ന് പിള്ളേരെയൊക്കെ ഒന്ന് ദേ ഇളക്കി വെച്ച് ഡാൻസൊക്കെ കളിപ്പിക്കും. അങ്ങനെ അവരുടെ കുടുക്കയിലുള്ള പൈസയും വാങ്ങിച്ചിട്ട് അവർ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു എൻജോയ്മെൻറ്റ്, എല്ലാവരും പൈസയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ തന്നെ കുറച്ച് സമയമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ച് പോന്നു. ദേ തിരിച്ചിറങ്ങി ഞങ്ങൾ പിന്നെ കേട്ടോ. ഇതാണ് ശംഖുമുഖം ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടാണിത് കേട്ടോ. ഇതുവരെ എനിക്ക് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ പറ്റിയിട്ടില്ല. വരണമെന്ന് പ്ലാനിങ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ പോകുമായിരുന്നു കേട്ടോ. തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതോ ഈ ശംഖുമുഖത്ത് വന്ന ആളാണോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങോട്ട് ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. കുറേ സമയം ബ്ലോക്കായി കിടന്ന്, എനിക്ക് തോന്നുന്നു ആംബുലൻസ് വരെ ബ്ലോക്കിലൊക്കെ കിടന്നുപോയി. അത്രയ്ക്ക് തിരക്കായിരുന്നു കണ്ട വണ്ടികൾ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇതേ മിനിസ്റ്ററിൻ്റെ വണ്ടി വന്നപ്പോഴത്തേക്കിന് എന്തായിരുന്നു നോട്ടമെന്ന് അറിയത്തില്ലായിരുന്നു. മിനിസ്റ്ററിൻ്റെ വണ്ടി കടത്തി വിടാൻ വേണ്ടി പോലീസുകാർ പല പണികളും നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി.